കുട്ടികളെ ഒരു വൈകുന്നേരം ഞങ്ങൾ അങ്ങ് ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റിനെ കാണാം, പോലീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്റെ സിബിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാതിരിക്കോ? അപ്പൊ പിന്നെ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചുവിനെ അയച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെയും പൊക്കി നേരെ പോയത് പാലാരിവട്ടത്ത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷൂ കടയിലാണ്, ചെരുപ്പ് കടയിൽ. ബ്രാൻഡഡ് ഷൂ ഒക്കെ പകുതി വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഫസ്റ്റ് കോപ്പിയാണ്. പിന്നെ പകുതി വിലയൊന്നുമല്ല, 699 രൂപയൊന്നുമല്ല ക്രോക്സിനുള്ളത്. 1900 രൂപ 1100 രൂപ റേഞ്ചിൽ. എനിക്ക് ക്രോക്സ് ഭയങ്കര ബ്രാൻഡായിട്ടൊന്നും തോന്നിയില്ല, ഫസ്റ്റ് കോപ്പി ആയിട്ടും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ ക്രോക്സിന്റെ പോലത്തെ ഒരു ചെരുപ്പ് നമ്മുടെ സിബിച്ചും വാങ്ങിച്ചു, അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനൊരു ഷൂ മേടിച്ചടാ, വേറെ ലെവല്, ബ്രാൻഡ് മാറി നിൽക്കും, എന്താ കംഫർട്ട്. പിന്നെ എന്താണ്, അതിന് 2000 സംതിങ് ആയിട്ടോ, പക്ഷെ വേറെ ലെവലായിരുന്നു കേട്ടോ. കുറേ ഷൂ ഉണ്ട്, കുറേ ചെരുപ്പുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. കാരണം പുതിയ കട ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഓടിപ്പോയിക്കോ മക്കളെ. ഇതൊക്കെയാണ് റേഞ്ച്. ഒരു 699 മുതൽ ഒരു 2000 സംതിങ് 3000 സംതിങ് വരെയൊക്കെ ഉണ്ട്. നല്ല ക്യാപ്പുകൾ ഉണ്ട്. വാച്ച് അടിപൊളിയാണ്. പെർഫ്യൂം ഒക്കെ നോർമൽ നമ്മൾ കാണുന്നത്, സൺഗ്ലാസ് ഒക്കെ ഒരു നോർമൽ കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താണ് ആ ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും വൈകുന്നേരം ആയല്ലടാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാം. അപ്പോഴാണ് നമ്മുടെ പോഞ്ഞിക്കര കുസീൻ ഞാൻ ഒരുപാട് വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പ്ലാറ്ററും ബക്കറ്റൊക്കെ വൈകുന്നേരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതായത് രാത്രി ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പ്രാവശ്യം പോകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിബിച്ചിന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അതിന്റെ ഓണർ എന്ന് പറഞ്ഞു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആണ്, പക്ഷെ ഇടാവാട ബന്ധം പോലെ ഒരു കണക്ഷൻ ഉണ്ട് അവർ തമ്മില്. അപ്പൊ അങ്ങനെ പോയി. ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് കിട്ടിയ ഒരു ചെമ്മീനുണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്യാം. മസ്റ്റ് ട്രൈ ആണ്. തേങ്ങാപ്പാൽ ഇട്ടിട്ട് ഒരു സ്റ്റാർട്ടർ കിട്ടിയായിരുന്നു. പക്ഷെ പ്ലാറ്ററിൽ ഞാൻ ഓണറിനോട് പറയുകയും ചെയ്തു, പണ്ടത്തെ ആ ഒരു എരിവും പുളിയൊക്കെ എവിടേക്കോ അസ്തമിച്ചു പോയി. പക്ഷെ ഓവറോള് നമ്മൾ ഈ 4-5 പേര് പോകുമ്പോൾ ഇങ്ങനത്തെ പ്ലാറ്ററോ ബക്കറ്റൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നൂൽ പൊറോട്ടയും അപ്പൊക്കെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. പിന്നെ വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ മലയാളികൾക്ക് കുറച്ച് എരിവുണ്ട്, പക്ഷെ പുളിയൊക്കെ എവിടേക്കോ പോയി. അപ്പൊ അത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. പിന്നെ അത് ഇപ്പൊ ഇത്രയും പേര്, ഞങ്ങൾ 5-6 പേരില്ലേ, ഈ 5-6 പേർക്ക് തന്നെ കഴിച്ചങ്ങോട്ട് എത്തണ്ടായിരുന്നില്ല, അങ്ങേ അറ്റത്തായിരുന്നു. പിന്നെ അവിടുത്തെ കട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും നമ്മളെ ഏകദേശം ഫില്ലാവും. ആ കട്ടൻ ചായ കുടിക്കുമ്പോഴേക്കും ഹാങ് ഓവർ ഇല്ലേ, നെഞ്ചു വരെ കഴിച്ചിട്ടാണ് പോന്നേ. അപ്പോ പിന്നെ ഞങ്ങൾ രാത്രി ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും കുടുംബത്ത് കയറിയിട്ടാ. വീട്ടിൽ കയറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാതിരാത്രി മുഴുവൻ ഈ മഴയത്ത് ഇങ്ങനെ അലഞ്ചി തിരിയണ മോശമല്ലേ. നൂൽ പൊറോട്ടയുടെ ലുക്ക് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.